ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ജീവിതത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ജീവിതം, ലൈഫ് എത്ര മനോഹരമാണല്ലേ. ആ വേർഡ് തന്നെ എത്ര മനോഹരമാണ്. അതുപോലെ തന്നെ മനോഹരമാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതം. പക്ഷേ അത് മനോഹരമാക്കേണ്ടത് ആക്കാതിരിക്കുന്നതും നമ്മുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത്, അല്ലേ? അത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ലൈഫിനെ കുറിച്ച് ആരും ചിന്തിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പലരും പല സാഹചര്യങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ തീർച്ചയായിട്ടും പല സിറ്റുവേഷൻസ് വരും, ഒരുപാട് പ്രതിസന്ധികൾ വരും. നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം പ്രശ്നങ്ങൾ നമ്മൾക്ക് നേരിടേണ്ടി വരും. അതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടല്ലേ, അതൊക്കെ നമുക്ക് ജീവിതത്തിൽ വരേണ്ട കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സിറ്റുവേഷൻസും നാളെ നിങ്ങൾക്ക് മാറി കിട്ടാവുന്നതാണ്. ഒന്നും നമ്മുടെ ലൈഫിൽ നിരന്തരമായിട്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങളല്ല. ഇപ്പം നിങ്ങൾ വിഷമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു സമയം കഴിയുമ്പോൾ അത് മാറും. പിന്നീട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ തേടി വരും, അല്ലേ? ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സന്തോഷവും സങ്കടവും എല്ലാം ഇടകലർന്നിട്ട് തന്നെയാണ് ഓരോരുത്തരുടെയും ലൈഫ്. ആരും എന്നും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നില്ല. ആരും എന്നും വിഷമഘട്ടത്തിലൂടെ മാത്രം കടന്നു പോകുന്നുമില്ല. സങ്കടവും സന്തോഷവും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും ഒരുപാട് സ്ട്രഗിൾസ് നമുക്ക് അനുഭവിക്കേണ്ടി വരും ചില സമയങ്ങളിൽ, അല്ലേ? തീർച്ചയായിട്ടും ഞാനും നിങ്ങളും എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മൾക്ക് എന്തൊക്കെ ചലഞ്ചസ് വന്നാലും അതിനെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മളെ കാണുന്ന നമ്മുടെ ഒരു മനോഭാവമാണ് നമ്മുടെ ആ പ്രശ്നങ്ങളെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ട് തന്നെ പോകാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കണം. നെഗറ്റീവായ ആളുകൾ നമുക്ക് ചുറ്റിലുണ്ടാകും, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്ത്, ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയേ തീരും. തീർച്ചയായിട്ടും ജീവിതത്തിൽ കയ്പും മധുരവും നിറഞ്ഞത് തന്നെയാണ് ഓരോരുത്തരുടെയും ജീവിതം. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരാൾ മാത്രം തീരുമാനിച്ചാൽ മതി. കാരണം വിജയിക്കണോ അതോ തോറ്റു പിന്മാറണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണല്ലേ. നിങ്ങളുടെ കൈകളിലാണല്ലേ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്. അത് ആർക്കും തട്ടിയെടുക്കാൻ സാധിക്കില്ല. അത് ആർക്കും നശിപ്പിച്ച് കളയാൻ ഒരു അർഹതയില്ല. നിങ്ങളുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കും ഒരു അവകാശങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. നിങ്ങളാണ് അത് ജീവിക്കേണ്ടത്. സന്തോഷത്തിൽ ജീവിക്കണോ അല്ല അതെങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. സന്തോഷം എന്നുള്ളത് ഒരിക്കലും നമ്മളെ തേടി വരത്തില്ല. സന്തോഷങ്ങളെ തേടി നമ്മൾ പോകണം. നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങളെ തേടി നമ്മൾ തേടി ഇറങ്ങാൻ തുടങ്ങണം. നമ്മൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിരന്തരം നിങ്ങൾ പ്രയത്നിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണോ സന്തോഷം എന്ന് പറയുന്നത്? നമ്മൾക്ക് ആർക്കും മറ്റൊരാൾ കൊണ്ടുവന്ന് തരുന്ന ഒരു സാധനമല്ല. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൈകളിൽ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതെങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ തീരുമാനം എടുക്കുക, ഒരു സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾ വെക്കുക. പലരും പറയുന്നു എൻ്റെ ലൈഫ് എന്താ എപ്പോഴും കഷ്ടപ്പാടും ദുരിതവും കണ്ണീരും മാത്രമാണ്. ആ ചിന്താഗതി നിങ്ങൾ ആദ്യം മാറ്റാനായിട്ട് ശ്രമിക്കുക. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. നമ്മൾ തന്നെയാണ് അത് ഉണ്ടാക്കേണ്ടത്. മറ്റൊരാളുടെ ജീവിതം കണ്ടിട്ട് അസൂയോടുകൂടി അല്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുന്നവരാണ് നമ്മളിൽ പലരും, അല്ലേ? എന്തുകൊണ്ട് നമ്മൾക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ ഓർക്കാറുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നില്ല. അതാണ് അവിടെ വേണ്ടത്. നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നില്ല.
ട്രൈ ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ എങ്ങനെ ആക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ ആക്കിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഒരാളും വന്ന് ഹെൽപ്പ് ചെയ്യില്ലടോ. നമ്മുടെ വിഷമങ്ങൾ ആരും വന്ന് കേൾക്കൂല. നമ്മൾക്കൊരു പ്രശ്നം വന്ന് ആരും വന്ന് ഓടി വന്ന് ചെയ്ത് തരത്തൊന്നുമില്ല. നമ്മൾക്ക് വേണ്ടത് മറ്റൊരാൾ കൊണ്ടുവന്ന് തരൂല്ല. അതൊക്കെ നമ്മളെ ഒരു ചിന്ത മാത്രമാണ്. നമ്മൾക്ക് എന്ത് വേണോ അത് നമ്മൾ തന്നെ നേടിയെടുത്തേ പറ്റൂ. നീ വീണാൽ നീ തന്നെ എണീക്കണം. ആരെങ്കിലും വന്ന് എണീപ്പിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ നെഗറ്റീവായ ചിന്തകൾ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മുടെ ലൈഫ് ആദ്യം എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ അത് തീരുമാനിക്കുക. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആകുക. അതിന് വേണ്ടതെല്ലാം നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. നമ്മുടെ വിഷമത്തിൽ നിന്ന് ആരും അങ്ങനെ വന്ന് നിൽക്കില്ലടോ. ആരും അത് കേൾക്കൂല. ആരുടെ വിഷമങ്ങൾ ആരും അങ്ങനെ കേൾക്കൂല. അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു കഥകൾ മാത്രമാണ്. സോ അതവർക്കൊരു കഥകൾ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങളുടെ മാത്രം പ്രയാസങ്ങളാണ്. മറ്റുള്ളവർക്ക് അതൊരു വേദന ആയിരിക്കൂല. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് ഹാപ്പി ആക്കണോ ഹാപ്പി ആക്കേണ്ടത് എങ്ങനെ തീരുമാനിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. തീരുമാനങ്ങൾ എടുക്കുക. ഉറക്കത്തിൽ നിന്ന് എണീക്കാനായിട്ട് ശ്രമിക്കുക. ഈ നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങളൊന്നും നമുക്കിനി തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കില്ല. ഇതുവരെയും വേസ്റ്റ് പോലെ ജീവിച്ചത് നമ്മൾ തന്നെയാണോ? നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ആക്കുന്നത്. അതാരും ആക്കൂല. ആരും നശിപ്പിക്കാനായിട്ട് വരൂല. നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിന് ശരിയാക്കുന്നതും. നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നിങ്ങളൊന്ന് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ ലോകം നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു ലോകം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. പുതിയൊരു നിങ്ങളായിട്ട് മാറാൻ പറ്റും. ആ പുതിയ നിങ്ങളായിട്ട് മാറാൻ ശ്രമിക്കുക. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. നാളേക്കോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒരു മന്ത് കഴിഞ്ഞിട്ടോ അല്ലേ, ഇപ്പം തുടങ്ങുക. ഈ നിമിഷം നിങ്ങൾ തുടങ്ങുക. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനെയാക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങളെ കൊണ്ട് പറ്റും. സോ കോൺഫിഡൻറ്റോട് കൂടി പോസിറ്റീവോട് കൂടി നിങ്ങൾ ഇറങ്ങുക. കാരണം ഈ സിറ്റുവേഷനൊക്കെ മാറിപ്പോകൂടോ. ഇപ്പോൾ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും മാറിപ്പോകും. അതിനൊക്കെ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോരോ സിറ്റുവേഷൻസ് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ മാറിപ്പോകും. ഒന്നും നിരന്തരമല്ല, ഒന്നും അവിടെ തന്നെ നിൽക്കുന്നതല്ല. എല്ലാ സാഹചര്യങ്ങളും മാറിപ്പോകും. ഈ നേരവും കടന്നു പോകും അല്ലേ? തീർച്ചയായിട്ടും ഈ നേരവും കടന്നു പോകും. വിശ്വസിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് ആദ്യം നിർത്തുക. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നത് നിർത്തുക. നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് നിർത്തുക. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ലാന്ന് നിങ്ങൾ വേണം നിങ്ങളെ വിശ്വസിപ്പിക്കാനായിട്ട്. നിങ്ങൾ വേണം. നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കാതിരുന്നേ പിന്നെ മറ്റുള്ളവർ എങ്ങനെയാണോ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരുന്നേ അല്ലേ? സ്വയം നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് കൊടുത്തില്ല എങ്കിൽ മറ്റൊരു വ്യക്തികൾ ആരും നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് തരത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ലൈഫ് ഉള്ളത്. അത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ എനിക്കിത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.